नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 71. ജരാസന്ധ മോക്ഷം. പേജ് നമ്പർ 703. ഇതൊക്കെയാണെങ്കിലും മഗധാധിപനായ ജരാസന്ധൻ തൻ്റെ അധീശത്വം അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതിൽ യുധിഷ്ഠിരൻ ഉത്കണ്ഠാകുലനായി. യുധിഷ്ഠിരൻ്റെ ഉത്കണ്ഠ കണ്ടപ്പോൾ ജരാസന്ധനെ കീഴടക്കാൻ ഉദ്ധവർ പറഞ്ഞ പദ്ധതി ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനെ അറിയിച്ചു. ഉടൻ തന്നെ കൃഷ്ണനും അർജുനനും ഭീമസേനനും ബ്രാഹ്മണ വേഷത്തിൽ ജരാസന്ധൻ്റെ തലസ്ഥാനമായ ഗിരിവ്രജത്തിലേക്കു പുറപ്പെട്ടു. കൃഷ്ണൻ ഹസ്തിനപുരത്തിലേക്കു പുറപ്പെടുന്നതിനു മുമ്പ് ഉദ്ധവർ ആസൂത്രണം ചെയ്ത പദ്ധതി അതായിരുന്നു. ഇപ്പോഴതു പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്തു. രാജാ ജരാസന്ധൻ കർത്തവ്യനിഷ്ഠനായ ഒരു ഗൃഹസ്ഥാശ്രമി ആയിരുന്നു. ബ്രാഹ്മണരോടു വലിയ ബഹുമാനമായിരുന്നു. അയാൾ വലിയ യോദ്ധാവും ക്ഷത്രിയ രാജാവുമായിരുന്നു. ഇദ്ദേഹം വേദാനുശാസനങ്ങളെ ഒരിക്കലും നിഷേധിച്ചിരുന്നില്ല. വൈദികാനുസാരം ബ്രാഹ്മണർ മറ്റുള്ള ജാതി വിഭാഗങ്ങളുടെ മുഴുവൻ ആധ്യാത്മികാചാര്യന്മാരാണ്. ഭഗവാൻ കൃഷ്ണനും ഭീമസേനനും അർജുനനും സത്യത്തിൽ ക്ഷത്രിയരാണ്. അവർ ബ്രാഹ്മണ വേഷത്തിലായിരുന്നു എന്നു മാത്രം. ജരാസന്ധൻ ബ്രാഹ്മണരെ അതിഥികളായി സ്വീകരിച്ചു ദാനം ചെയ്യുന്ന സമയത്തു ഇവർ 3 പേരും അയാളെ സമീപിച്ചു. ബ്രാഹ്മണ വേഷധാരിയായ ഭഗവാൻ കൃഷ്ണൻ രാജാവിനോട് പറഞ്ഞു, മഹാരാജാവിന് സകലവിധ മഹിമാനങ്ങളും ഞങ്ങൾ ആശംസിക്കുന്നു. അവിടുത്തെ രാജകൊട്ടാരത്തിലെ 3 അതിഥികളാണു ഞങ്ങൾ. വളരെ ദൂരത്തുനിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ വന്നിരിക്കുന്നത് അങ്ങയോട് ദാനം ചോദിക്കാനാണ്. ഞങ്ങൾ ചോദിക്കുന്നത് അവിടുന്ന് ഞങ്ങൾക്ക് തരുമെന്നു പ്രതീക്ഷിക്കുന്നുമുണ്ട്. അവിടുത്തെ സദ്ഗുണങ്ങൾ ഞങ്ങൾക്കു നന്നായി അറിയാം. സഹിഷ്ണുതയുള്ളവൻ എത്ര ദുഃഖകരമാണെങ്കിലും എപ്പോഴും സഹിഷ്ണുത കാണിക്കാൻ തയ്യാറായിരിക്കും. ഒരു കുറ്റവാളിക്ക് അങ്ങേയറ്റത്തെ ഹീനകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതുപോലെ അങ്ങയെപ്പോലുള്ള ഒരു ധർമ്മിഷ്ഠൻ വിചാരിച്ചാൽ ആവശ്യപ്പെടുന്നതെന്തും നൽകാൻ കഴിയും. അങ്ങയെപ്പോലുള്ള ഒരു മഹാവ്യക്തിക്ക് ബന്ധുക്കളും അന്യരും എന്ന ഭേദചിന്തയില്ല. കീർത്തിമാൻ എക്കാലവും മരണാനന്തരം പോലും ജീവിക്കുന്നു. അതിനാൽ നിർവഹണശേഷിയും ആരോഗ്യവുമുള്ളവൻ തൻ്റെ സൽപ്പേരും സൽകീർത്തിയും ശാശ്വതീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതൊക്കെയുണ്ടായിട്ടും
പ്രവർത്തിക്കാത്തവൻ മഹത്തുക്കളുടെ കണ്ണിൽ വെറുക്കപ്പെട്ടവനായി തീരുന്നു. അങ്ങനെയുള്ളവനെ ഏറെ കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. ദാനം നൽകാനുള്ള വിസമ്മതം എക്കാലവും ശോചനീയമാണ്. പാടത്തു കൊഴിഞ്ഞു വീഴുന്ന ധാന്യമണികൾ പെറുക്കിയെടുത്ത് അതുകൊണ്ടു മാത്രം ജീവിതം കഴിച്ചിരുന്ന ഹരിശ്ചന്ദ്രൻ, രന്തിദേവൻ, മുദ്ഗലൻ, അതുപോലെ തന്നെ പ്രാവിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തിലെ മാംസം അറുത്തുകൊടുത്ത മഹാരാജ ശിബി എന്നീ മഹാന്മാരുടെ ഭാസുരനാമങ്ങൾ അവിടുന്ന് കേട്ടിട്ടുണ്ടായിരിക്കണം. ക്ഷണികവും നശ്വരവുമായ ഈ ശരീരം ത്യജിച്ചതിനാലാണ് ഈ മഹത്തുക്കൾ ശാശ്വതമായ കീർത്തി നേടിയത്. ഇപ്രകാരം ബ്രാഹ്മണ വേഷധാരിയായ ഭഗവാൻ കൃഷ്ണൻ കീർത്തി അനശ്വരമാണെന്നും ശരീരം നശ്വരമാണെന്നും ജരാസന്ധനെ ധരിപ്പിച്ചു. നശ്വരമായ ശരീരം ത്യജിച്ച് സൽപ്പേരും സത്കീർത്തിയും നേടാൻ കഴിയുന്നവൻ മാനവ സംസ്കൃതിയുടെ ചരിത്രത്തിൽ അത്യന്തം ബഹുമാന്യ വ്യക്തിയായി ഭവിക്കും. ഹരേ കൃഷ്ണ.